ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ പോയ MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ തേടി തിരുവനന്തപുരത്തു നിന്നും പ്രത്യേക അന്വേഷണ സംഘം പാലക്കാടെത്തി. രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി ഇന്ന് പുലർച്ചെയോടെയാണ് SIT സംഘം പരിശോധന നടത്തിയത്. പാലക്കാട് SP ഓഫീസിൽ തുടരുന്ന SIT സംഘം ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന നടത്തും. വിവരങ്ങളുമായി പാലക്കാട് നിന്നും ശിവദാസ് കനമനം ചേരുന്നുണ്ട്. ശിവദാസ്, SIT സംഘം പാലക്കാടെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നു, തെളിവുകൾ ശേഖരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അമൽ, ഇന്ന് രാവിലെയാണ് SIT സംഘം പാലക്കാടുള്ള രാഹുലിൻ്റെ ഫ്ളാറ്റിലെത്തി വിവരങ്ങൾ ശേഖരിച്ചതും പരിശോധന നടത്തിയതും. അതായത് നിലവിലിപ്പോൾ രാഹുൽ എവിടെ എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അന്വേഷണ സംഘം രാഹുലിനെ കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. ഇപ്പോഴും വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്വേഷണം ഊർജിതമാണ് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ട് 3-ാം ദിവസം പിന്നിടുമ്പോഴും ഇതുവരെ അന്വേഷണ സംഘത്തിന് രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിവിധ ഇടങ്ങളിൽ രാഹുൽ ഒളിവിൽ കഴിയുന്നുണ്ട് എന്നുള്ള സൂചനകൾ മാത്രമാണ് ലഭിക്കുന്നത്. അതിനിടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു രാഹുൽ. വക്കീലിന് മുൻപിൽ ജാമ്യ ഹർജിയിലടക്കം ഒപ്പിട്ട് പിന്നീട് തിരിച്ചു പോകുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. എന്നിട്ടും രാഹുലിനെ പിടികൂടാൻ നിലവിൽ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാടുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുൻപിലാണ്. ഇവിടെ തിരുവനന്തപുരത്തുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ അവർ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. രാഹുലിൻ്റെ ഫ്ളാറ്റിലടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിശോധന നടത്തി. പിന്നീട് അതിനുശേഷം ഇപ്പോൾ നിലവിൽ ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഈ അന്വേഷണ സംഘം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇനി വരും മണിക്കൂറുകളിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും എടുക്കേണ്ട നടപടികളും അടക്കമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം രാഹുലിനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനൊപ്പം തന്നെ വിവരങ്ങൾ ശേഖരിക്കുക, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇടപെടൽ കൂടിയാണ് ഈ ഒരു അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഇത് വലിയ ഒരു പ്രതിരോധത്തിൽ തന്നെ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കൂടി അടുത്ത ഒരു സാഹചര്യമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത് പല ഇടങ്ങളിലും കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായും ഈ വിഷയത്തിൽ മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ ചെല്ലുമ്പോൾ പലപ്പോഴും അവർക്ക് കൃത്യമായി ഈ വിഷയത്തിൽ മറുപടി പറയാൻ കഴിയുന്നില്ല. ജനങ്ങൾക്ക് മുൻപിൽ കൃത്യമായി ഈ വിഷയത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ജില്ലാ നേതൃത്വം വെട്ടിലായിരിക്കുന്നു, പ്രതിരോധത്തിലായിരിക്കുന്നു എന്ന് വേണം നമുക്ക് കൃത്യമായി തന്നെ പറയാൻ. കാരണം രാവിലെ തങ്കപ്പനും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയെന്ന് രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടില്ല. ഇനിയും അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കില്ല എന്നാണ് തങ്കപ്പൻ DCC പ്രസിഡന്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുൻപും ആദ്യം തന്നെ ഞങ്ങൾ രാഹുലിനെ തള്ളി പറഞ്ഞിരിക്കുന്നു. നിലവിൽ പാർട്ടി നേതൃത്വം എന്താണ് തീരുമാനിക്കുന്നത് ആ തീരുമാനം തന്നെയായിരിക്കും ജില്ലാ നേതൃത്വവും കൈക്കൊള്ളുക. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഞങ്ങൾ ഇപ്പോൾ നിലവിൽ തള്ളി പറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് DCC പ്രസിഡന്റ് തന്നെ വ്യക്തമായിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണം കൂടിയാണ്, കൃത്യമായ തെളിവുകൾ സഹിതമാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ FIRൽ അടക്കം രാഹുലിന് എതിരെ ഗുരുതരമായ വകുപ്പുകൾ അടക്കം ചുമത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ നേതാക്കൾക്ക് ഈ വിഷയത്തിൽ ഒരു മറുപടിയില്ലാത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. എന്തായാലും നിലവിൽ ഇതുവരെ അന്വേഷണ സംഘത്തിന് ഈ 3-ാം ദിവസം ആയിട്ടും ഇതുവരെ അന്വേഷണ സംഘത്തിന് രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. വ്യക്തമാണ് ശിവദാസ്.